എന്താണ് ഹേ ഉണ്ട വിഴുങ്ങിയ കോഴിയെ മാറി ഇരിക്കുന്നത്? അല്ല, ഇന്ന് കളിക്കാനൊന്നും പോയില്ലേ? എന്നാ പറ്റി? വലിയൊരു മരിച്ചോ? എന്താണ് രണ്ടുപേരും കൊണ്ടുപിടിച്ച ചർച്ചയിലാണല്ലോ. എന്താണ് വിഷയം? ആശാനെ, ഇവന്റെ മുഖം ഇരിക്കുന്നതുണ്ടോ? ചോദിച്ചിട്ടാണെങ്കിൽ ഒന്നും പറയുന്നുമില്ല. ആശാനൊന്ന് ചോദിച്ചു നോക്കിക്കേ. എന്നാടാ എന്താണ് നീ ആലോചിച്ചുകൊണ്ടിരിക്കണത്? എന്നാ വിഷയം? എൻ്റെ ആശാനെ, എത്ര ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഈ കുംഭമേളം എന്ന് പറഞ്ഞാൽ എന്താണ് ആശാനെ? അതിൽ പങ്കെടുക്കുന്ന ചില സ്വാമിമാർ നൂൽബന്ധം പോലില്ലാതെ നടക്കുന്ന വീഡിയോ ഞാൻ കണ്ടെന്നേ. ശരിയാ ആശാനെ, ഞാനും കണ്ടു. എന്നതാണ് ആശാനെ കുംഭമേള? കണ്ടിട്ട് കൊതിയാണ്. നിനക്ക് എന്നാ കണ്ടിട്ടാ കൊതിയാവുന്നേ? മേള കണ്ടിട്ടാണോ അതോ സ്വാമിമാരെ കണ്ടിട്ടാണോ? നിങ്ങൾ ചുമ്മാ തർക്കിക്കണ്ട. ഈ കുംഭമേള എന്ന് പറഞ്ഞാൽ കുളി അഥവാ സ്നാനം എന്നാണ് അർത്ഥം. അതായത് പുണ്യനദിയിൽ മുങ്ങിക്കുളിക്കുക. അല്ല ആശാനെ, ഇവർക്ക് ഇവിടെ വല്ല കുളത്തിലോ ബീച്ചിലോ കുളിച്ചാൽ പോരെ? ഇവർ ഇത്രയും നാൾ കുളിക്കാതെയാണോ ഇരുന്നേ? നിങ്ങൾ ചുമ്മാ കാട് കയറാതെ മക്കളെ. പണ്ട് പാലാഴി കടഞ്ഞ് അമൃതുണ്ടാക്കിയപ്പോ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അത് 12 ദിവസം നീണ്ടു നിന്നത്രേ. അസുരന്മാരുടെ കയ്യിൽ അകപ്പെടാതെ ആ അമൃത് സൂക്ഷിക്കുന്നതിനിടയിൽ അതിൽ നിന്നും 4 തുള്ളികൾ 4 സ്ഥലത്ത് പതിച്ചു. അതാണ് ഐതിഹ്യം. ആ സ്ഥലങ്ങളാണ് ഹരിദ്വാർ, പ്രയാഗ്രാജ്, ഉജ്ജയിനി, നാസിക്. അതുകൊണ്ടാണ് ഈ 4 സ്ഥലങ്ങളിൽ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേളയ്ക്ക് ഭക്തർ പോകുന്നത്. എന്നാലും എൻ്റെ ആശാനെ, ഇതൊരു വല്ലാത്ത കുളിയായി പോയല്ലോ. അല്ല ആശാനെ, നമ്മളുടെ കേരളീയ ഗ്രൂപ്പിന് ആരെങ്കിലും മേളയ്ക്ക് പോയിരുന്നോ? അതെങ്ങനെയാണ് ഹേ? ഈ വർഷം കൈരളി ഓഫ് ബാൾട്ടിമോറിൽ കൊണ്ടുപിടിച്ച പരിപാടികളല്ലേ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫാമിലി നൈറ്റ് വിജയിച്ചതിന് പുറമെ ഇപ്പോൾ മെയ് 2-ാം തീയതി ഷാൻ റഹ്മാന്റെ മ്യൂസിക് പ്രോഗ്രാമും കൊണ്ടുവരുന്നുണ്ട്. ആരും വെക്കേഷൻ എടുക്കരുതെന്നാണ് കൈരളി ഓഫ് ബാൾട്ടിമോറിന്റെ പ്രസിഡന്റ് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത്. നിയമം ലംഘിച്ചാൽ ഡീപ്പോർട്ടേഷൻ വരെ ചെയ്യുമത്രേ. മതമേതായാലും വിശ്വാസം അതല്ലേ ഇല്ല.